ഹാപ്പി ബർത്ത്ഡേ ജീസസ്. താങ്ക് യു ക്രിഷ്. എന്താ ഒരു ആവേശമൊന്നും ഇല്ലല്ലോ? ഓ ഒന്നുമില്ല. ഓ സാന്റാക്ലോസ് സ്കോർ ചെയ്യുന്നോണ്ടായിരിക്കല്ലേ. ഈ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഓക്കെ, സ്റ്റാർ കെട്ടി തൂക്കുന്നത് പോട്ടെ. ഈ സാന്റാക്ലോസ് പുള്ളി എങ്ങടെ ആരാ? കുഞ്ഞമ്മയുടെ മോനെ? അങ്ങനെ ചോദിച്ചാ എനിക്കും അറിയാൻ പാടില്ല, ഇതെപ്പോഴോ കേറി വന്നാ. പക്ഷെ പിള്ളേരുടെ ഒക്കെ ഇടയിൽ പുള്ളിക്ക് ഭയങ്കര ഫാൻസ് ആണ്. ഓ ക്രിസ്മസിന് ഇയാൾക്ക് വലിയ റോളൊന്നും ഇല്ലല്ലേ? താൻ പകപോക്കുവാണല്ലേ. അതിപ്പം ഓണത്തിന് മാവേലി പോലെ ക്രിസ്മസിന് സാന്റാക്ലോസ്, അത്രേ ഉള്ളൂ. പക്ഷെ സീസൺ ഞാൻ തന്നെ സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ഈസ്റ്ററിന് ഞാനാണല്ലോ സ്റ്റാർ. അപ്പൊ ഈസ്റ്റർ എങ്കോ? ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഈസ്റ്റർക്ക് ഞങ്ങളെടുത്ത് പുഴുങ്ങി തിന്നും. താൻ പോടും പോലെ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പോവാന്ന്. ഹേ ക്രിഷ്, ക്രിസ്മസ് ജീസസ്. ആ മഴയുടെ ദൈവത്തോട് പറഞ്ഞേ കുറച്ച് മഴഞ്ഞ് വേപ്പിച്ചേ. അത് തനിക്കങ്ങ് പറഞ്ഞോളൂ. എന്റെ കയ്യിൽ വാട്സപ്പ് നമ്പർ ഒന്നും ഇല്ലെന്ന്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഞാൻ ഓൾറെഡി പുള്ളിയോട് പെയ്യാൻ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇതൊരു പെയ്തില്ലേ? എവിടെ അങ്ങനെ? ഞാനിവിടെ തന്നെ ഉണ്ട്. തന്നോട് ഞാൻ കേരളത്തിൽ മഴ പെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞില്ല, താൻ ഇതുവരെ പെയ്യിപ്പിച്ചില്ലല്ലോ. അത് പെയ്യിപ്പിച്ചല്ലോ. നല്ല ശക്തമായിട്ട് മഴയുണ്ടായിരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എവിടെ? എടാ അവിടെ എവിടെയും ചെറുതായിട്ട് ചാണിയതല്ല, ശക്തിയായിട്ട് പെയ്യണം. പെയ്തല്ലോ. താൻ അങ്ങോട്ട് നോക്കിയേ, ഇതുവരെ വെള്ളം പോലും താന്നിട്ട്. താൻ എവിടാ മഴ പെയ്യിപ്പിച്ച്? കേരളത്തിൽ. ഇതാണോടോ തന്റെ കേരളം? പിന്നല്ലാതെ. ഞാൻ മഴയായിട്ട് വന്നപ്പോൾ അവിടെ കുറച്ച് മലയാളികളെ നിൽക്കുന്നുണ്ട്, പിന്നെ അവിടെ അങ്ങ് തകർത്തിയാ. എടോ താൻ മലയാളികളെ നോക്കി മഴ പെയ്യിപ്പിക്കായിരുന്ന കേരളത്തിൽ ഒഴിച്ച് ബാക്കി ലോകം മൊത്തം മഴയായിരിക്കും. ചേടാ ഇനി ഞാനിപ്പോ എന്നാ ചെയ്യാനാ? അതിനൊരു വഴിയുണ്ട്. താൻ നേരെ പോയിട്ട് ബംഗാളികൾ കൂടിയിരിക്കുന്നിടത്ത് മഴ പെയ്യിപ്പിക്കുക, അപ്പൊ കേരളത്തിൽ മഴ പെയ്യിപ്പിക്കും. അത് കൊള്ളാം. ഏയ് ജെസു, തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ആഹാ, താനായിരുന്നോ? നമസ്കാരം. എന്താ ഇലക്ഷനായി കാണുമല്ലേ? മൂപ്പർക്ക് തന്റെ ഏതാണ്ട് ഹെൽപ്പ് വേണോ? എന്ത് ഹെൽപ്പ്? എന്താടോ? അത് എന്റെ ചിഹ്നത്തെ കുത്തുമ്പോ 5 വോട്ട് 5000 വോട്ടായിട്ട് മാറ്റാൻ പറ്റും. എന്താ തന്റെ ചിഹ്നം? കോടാലി. നാട്ടുകാർക്കായിരിക്കും. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ പോയി. എന്നാ നിങ്ങളെ അണികൾക്ക് ഓരോ ഷർട്ടും മുണ്ടും വിതരണം ചെയ്യും. അത് പറ്റൂല. സ്ത്രീകൾക്ക് വല്ല സാരി വല്ലതാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് തരൂ. പിന്നെ ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ എന്നെ സഹായിക്കണം. ഓ, ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറണം അല്ലേ? ഇന്നാ പിടിച്ചോ, നാടിന്റെ എല്ലാ പ്രശ്നവും മാറും. ഹേ കൃഷ്. യെസ് മിസ്റ്റർ ജീസസ്. താൻ വല്ലതും കഴിച്ചായിരുന്നോ? ഉച്ചയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചായിരുന്നു. എന്നാ താനേ ഇതൊന്ന് വിഴുങ്ങിക്ക്. ഒന്ന് പാടോ. മനുഷ്യന് എന്തെങ്കിലും പറ്റിയാ നോക്കാൻ ഞാനുണ്ട്, പക്ഷെ എനിക്ക് എന്തെങ്കിലും പറ്റിയാലേ ആരും കാണത്തില്ല. ആണേ, എന്നാ തന്നെ അതൊന്ന് നോക്കിക്ക്. കണ്ടാ, പുള്ളിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. വിഴുങ്ങ്. അധികം എന്നേക്ക് ഞാൻ അത് വിഴുങ്ങി ചത്തേക്കാം. ഇതൊന്നും കാണണ്ട. ഹേ കൃഷ്, എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നേ? ഈ ഡയലോഗ് ഞാൻ ഏതോ റെയിലി ഇയാള് വന്ന കാര്യം പറയണേ, അല്ലെങ്കിൽ പിള്ളേർ സ്കിപ്പ് അടിക്കും. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാ. എന്തൊക്കെയാ കേരളത്തിൽ സംഭവിക്കുന്നേ? എന്തൊക്കെയാ എനിക്കറിയത്തില്ല. അല്ല, ഒരു മാസം മുമ്പ് വരെ ഭയങ്കര ചൂടാണ്, മഴ മതിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നവന്മാർക്കൊക്കെ ഇപ്പൊ മഴ തുടങ്ങിയപ്പം വെയിൽ മതിയെന്ന്. അത് ശരിയാ. മഴ വേണമെന്നും പറഞ്ഞ് യാഗം നടത്തിയവന്മാരൊക്കെ ഇപ്പൊ എവിടെ ആണോ എന്തോ. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഞാൻ ഏതായാലും നമ്മുടെ സൂര്യണ്ണനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഷൂട്ടിങ്ങിലാണ് പുള്ളി ഫോൺ എടുക്കത്തില്ല കേട്ടോ. ഷൂട്ടിംഗ്? സൂര്യ കങ്കാരുവിന്റെ ഷൂട്ടിങ്ങിലായിരിക്കും. എന്റെ പൊന്നടാവ്, ഞാൻ സൂര്യനെ വിളിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഓ, അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം. കമന്റ് ബോക്സിൽ ഭൂരിപക്ഷം നോക്കിയിട്ട് സൂര്യനെ വിളിക്കണോ അതോ ചന്ദ്രനെ, അല്ല ഇന്ദ്രനെ വിളിക്കണോ എന്ന് തീരുമാനിക്കാം. അത് മതി.